നമസ്കാരം, ഷൊർണൂരിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് നിലമ്പൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഈ റൂട്ടിൽ വൈദ്യുതീകരണം വന്നതിന് ശേഷം ഞങ്ങൾ ഇതുവരെയും യാത്ര പോയിട്ടില്ല. അതുപോലെ മഴക്കാലത്ത് ആദ്യമായിട്ടാണ് പോകുന്നത്. സമയം രാവിലെ 6:25. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ്. ഞങ്ങൾ ഒരു വർഷം മുന്നേ വന്ന സമയത്ത് ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്താണ് ബസ്സൊക്കെ വന്ന് നിൽക്കുന്നത്. അതിൻ്റെ ചെറിയൊരു സ്റ്റോപ്പൊക്കെ ഉള്ളത് അവിടെയാണ്. പിന്നെ ഈ ഭാഗത്ത് തന്നെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഓട്ടോ സ്റ്റാൻഡ് ആ തൊട്ട് മുന്നിലാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ് ഈ ഭാഗത്താണ്. ഇവിടെയും ഓട്ടോ സ്റ്റാൻഡ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും കാണുന്നുണ്ട്. നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ ഉള്ളത് ഇപ്പോൾ രാവിലെ 7:05 തന്നെയുണ്ട്. പാലക്കാട് നിന്ന് വരുന്ന വണ്ടിയാണ്. ഷൊർണൂർ ജംഗ്ഷൻ. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. പാലക്കാട് നിലമ്പൂർ റോഡ് പാസഞ്ചർ വരിക 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് നിലമ്പൂരിലേക്ക് വന്ന ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. പാലക്കാട് നിന്ന് രാവിലെ 6:05 പുറപ്പെട്ട ട്രെയിനാണിത്. WP1 ആണ് ലോക്കോമോട്ടീവ്. പാലക്കാട് നിന്ന് വരുന്നത് കൊണ്ട് വണ്ടിയിൽ ചെറിയ തോതിൽ തിരക്കുണ്ട്. 7:06 ഷൊർണൂരിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമുകളിലും പെയ്ഡ് വെയിറ്റിംഗ് ഹാളുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും 4-ലും 5-ലൊക്കെ ഉണ്ട്. ഷൊർണൂരിലാകെ 7 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇനി ഇവിടെ ഒരു ട്രെയിൻ കാണുന്നില്ലേ, അത് തിരുവനന്തപുരം നോർത്ത് മുംബൈ ലോകമാന്യ തിലക് എക്സ്പ്രസ് ആണ്. ഇവിടുന്ന് ക്രൂ ചേഞ്ച് ഉണ്ട്. ,67 കിലോമീറ്ററാണ് നമുക്ക് ആകെ യാത്ര ചെയ്യാനുള്ളത്. ഒരു 8:40 ആകുമ്പം ട്രെയിൻ എത്തും. ഞങ്ങൾ വീടിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, മഴക്കാലത്ത് ആദ്യമായിട്ടാണ്. ഇന്നൊരു തുള്ളി മഴ പോലും കിട്ടുന്ന ലക്ഷണം കാണുന്നില്ല. കാരണം നല്ല തെളിഞ്ഞ ആകാശമാണ്. തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് റൂട്ടാണിത്. നമ്മൾ ചെറിയൊരു ഹൈറ്റിലേക്ക് കയറി. ഷൊർണൂരിലേക്ക് 10 കിലോമീറ്റർ ഉണ്ട്. ജനശതാബ്ദിക്ക്, കണ്ണൂർ ജനശതാബ്ദിയില്ലേ, ഈ ട്രെയിൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ നിന്ന് കാണാമായിരുന്നു. ഇനി കിട്ടൂല. വാടാനാംകുറിശി സ്റ്റേഷനിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. രാവിലെയൊക്കെ നല്ല തിരക്കാണ്. വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള വലിയ മരങ്ങളൊക്കെ മുറിച്ചത് കണ്ടോ. ഈ റൂട്ടിന്റെ വലിയൊരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വൈദ്യുതീകരണം വന്നതിൽ പിന്നെ പോയത്. ഏറെക്കുറെ എല്ലാ സ്റ്റേഷനും ഇതുപോലെ തന്നെയാണ്.
ഇവിടെയൊക്കെ കൃഷിപ്പാടങ്ങളാണ്. പക്ഷെ മഴക്കാലത്ത് ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് നല്ല പച്ചപ്പാണ്. ഇതിനു മുന്നേ നമ്മൾ വന്നത് വേനൽക്കാലത്താണ്. അതൊരു പച്ചപ്പൊന്നും ഇല്ലാത്തൊരു വറ്റി വരേണ്ട സമയത്ത്. ഈ സമയത്ത് തന്നെയാണ് യാത്ര ചെയ്യേണ്ടത്. ട്രെയിൻ ഇപ്പോൾ വല്ലാപ്പുഴ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയും 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. രാവിലെ തന്നെ അങ്ങാടിപ്പുറം നിലമ്പൂർ ഭാഗത്തേക്ക് പോകാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഇവിടെ. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെയാണ്. ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ ഒരുപാട് മരങ്ങളുണ്ട്. ഇതൊന്നും മുറിച്ചിട്ടില്ല. കുലുക്കല്ലൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ മലപ്പുറം ജില്ലയിലേക്ക് കയറിയിരിക്കുകയാണ്. ചെറുകര റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിപ്പോൾ അങ്ങാടിപ്പുറത്തെത്തി. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണിത്. പെരിന്തൽമണ്ണയിലേക്ക് പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ ഇപ്പം നിലമ്പൂരിൽ നിന്നുള്ള ട്രെയിൻ വരാനുണ്ട്. രാവിലെ 3:50 നിലമ്പൂരിലേക്ക് ഷൊർണൂരിൽ നിന്ന് രാജറാണി. അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഈ ട്രെയിൻ. കാരണം ഈ ഓഫീസ്, സ്കൂള്, കോളേജ് അവിടേക്കൊക്കെ പോകേണ്ട ആൾക്കാർ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് ഈ ഒരു ട്രെയിനെയാണ്. നിലമ്പൂരിൽ നിന്ന് രാവിലെ 7:05 പുറപ്പെട്ട ട്രെയിനാണിത്. WIP 7 ലോക്കോമോട്ടീവ്. ഈ റോഡ് ഇതേത് ട്രെയിനാണെന്ന് അറിയോ? ഇത് തിരുവനന്തപുരം നോർത്ത് നിന്ന് നിലമ്പൂരിലേക്കുള്ള രാജറാണിയില്ലേ, അതിൻ്റെ റൈഡ് ഷെയറിംഗ് ആണ്. അതിൻ്റെ AC ഒക്കെ ക്ലോസ് ആയിരിക്കും. സ്ലീപ്പർ ക്ലാസ്സും അൺറിസർവ്ഡും ഓപ്പൺ ആവും.
ഈ പറഞ്ഞത് ശരിയല്ലേ? ആവശ്യത്തിന് സഹായിക്കുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത്. എന്ത് തോന്നുന്നു ഈ ഒരു ഡയലോഗ്? ശരിക്കും ഇത് ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം വണ്ടി വന്നല്ലോ, നമ്മുടെ വണ്ടിക്കുള്ള സിഗ്നൽ കിട്ടി. റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെ ഒരുപാട് വീടുകളുണ്ട്. പട്ടിക്കാട് സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. പട്ടിക്കാടിൻ്റെ ഇവിടെയൊക്കെ നല്ല മരങ്ങളുണ്ട്. ട്രെയിൻ ഇപ്പം മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ പിറ്റ് ലൈൻ ആക്കുന്ന വർക്കുകൾ ആണെന്നാണ് തോന്നുന്നത്. ഈ റൂട്ടിലെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനായിരുന്നു മേലാറ്റൂർ. ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല. മേലാറ്റൂരും അടുത്ത തുവ്വൂരും ആയിരുന്നു നല്ല മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ. സബ് സ്റ്റേഷൻ ഇവിടെയാണ്. ട്രെയിൻ ഇപ്പോൾ തുവ്വൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു, അത് മുറിച്ചതിൻ്റെ ആ ഒരു ബാക്കി കാണാം. ഇവിടെ കുറച്ച് മരങ്ങളുണ്ട്. തൊടിയപ്പുളം റെയിൽവേ സ്റ്റേഷനാണിത്. ഈ റൂട്ടിലെ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ, ബാക്കി ഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണ്. വാണിയമ്പലം അടുത്തതാണ്. ഇനി നിലമ്പൂർ റോഡ്. ഇവിടെ 2 പ്ലാറ്റ്ഫോം ഉണ്ട്.
വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ള ഭാഗം. ട്രെയിനിപ്പം നിലമ്പൂർ റോഡ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മഴക്കാറ് കാണുന്നുണ്ട്. ഏത് സമയം ഇനിയിപ്പോൾ ഇവിടെ മഴ പെയ്യും. അങ്ങനെ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷൊർണൂരിൽ നിന്നും 67 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. 8:37 ഒരു വർഷം മുന്നേ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന സമയത്ത് ഇവിടെ നവീകരണമായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നല്ലൊരു സ്റ്റേഷനായിട്ടുണ്ട്. ട്രെയിൻ ഇറങ്ങി ഇനിയിപ്പം ടൗൺ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരെ കാണാം. ഇവിടുന്ന് ടൗൺ കുറച്ച് മാറിയിട്ടാണ്. ബസ്സും കിട്ടും, ഓട്ടോ ആക്കിയിട്ടും പോവാം. ഞങ്ങൾ രാവിലെ വേറൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഈ വലിയ മഴ വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞങ്ങൾ ഇവിടെ എത്തി. നൂൽപുട്ടാണ് വാങ്ങിച്ചത്, അതായത് ഇടിയപ്പം. ഒരു ചിക്കൻ കറിയും ഉണ്ട്, കടലക്കറിയും ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുന്ന് തന്നെ ടൗൺ ഭാഗത്തേക്ക് ബസ് കിട്ടും. അതായത് ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡൊക്കെ കുറച്ച് മാറിയിട്ടാണ്. ഇതുവഴിയാണ് നേരെ പോകേണ്ടത്. ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയാണ്, നല്ല റോഡുകൾ തന്നെയാണ്. പിന്നെ ഈ ഓട്ടോറിക്ഷയൊക്കെ ചില വണ്ടികളൊക്കെ ഇങ്ങനെ വിളിക്കും നമ്മുടെ, അതായത് ഷെയറിംഗ് ഒക്കെ ഇട്ട് പോകുന്ന വണ്ടികളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഞങ്ങൾ വീണ്ടും റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. രാവിലെ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് വന്നത് പാലക്കാട് നിലമ്പൂർ റോഡ് പാസഞ്ചറിനാണ്. ഇനിയിപ്പോൾ നേരെ ഷൊർണൂരിലേക്ക് തിരിച്ചു വന്നത് നിലമ്പൂർ റോഡ് ഷൊർണൂർ പാസഞ്ചർ, അതായത് ആ വന്ന അതേ ട്രെയിൻ തന്നെ റേക്ക് ഷെയറിംഗ് ഉണ്ട്. അത് രാവിലെ 9:55 തിരിച്ച് ഇനിയിപ്പോൾ ഷൊർണൂരേക്ക് ഉള്ളത്. ഒരുപാട് നേരമുണ്ട്. ഇവിടെ വലിയൊരു ബോർഡൊക്കെ കാണാം, നിലമ്പൂർ റോഡ് എന്നുള്ള. ഇപ്പം നമുക്ക് അകത്തേക്ക് തന്നെ കയറാം. ടിക്കറ്റ് എടുത്ത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് പോവാം, ഒരു സ്റ്റേഷൻ എൻഡ് ചെയ്യുന്ന ഭാഗത്തേക്ക്. ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ കണ്ട അതേ ലോക്കോമോട്ടീവ് തന്നെയാണ് തിരിച്ച് കപ്പിൾ ചെയ്ത് വെച്ച്. ഇവിടെയാണ് വെയിറ്റിംഗ് റൂം. നമുക്ക് ഏറ്റവും പുറകിൽ പോയതിന് അവിടെ തന്നെയാണ് കയറുന്നത്. നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലാകെ 2 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. കൂടുതൽ വണ്ടികളും 1-ാം നമ്പർ പ്ലാറ്റ്ഫോം തന്നെയാണ് പുറപ്പെടുക. 2-ാം നമ്പർ പ്ലാറ്റ്ഫോം അങ്ങ് അവിടെയാണ്. നമുക്ക് പോകാനുള്ള ട്രെയിൻ അവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ട്രാക്കില്ലേ, ഇതിങ്ങ് ഇവിടെ അവസാനിച്ചു. ഒരുപാട് പേരുടെ സ്വപ്നമായിരുന്നു. അതായത് ഇവിടുന്ന് നഞ്ചൻഗുഡ് വഴി ചാമറാജ് നഗർ വഴി നേരെ മൈസൂരിലേക്കൊരു പാത. അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടേനെ. നമുക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിലേക്കുള്ള സമയം എത്രയോ ലാഭിക്കാം. ഇവിടുന്ന് വളരെ അടുത്താണ് നഞ്ചൻഗുഡ്, അതായത് ആ ഒരു ചാമറാജ് നഗർ ഏരിയ.
റെയിൽവേ ട്രാക്ക് അവസാനിക്കുന്നത് അങ്ങ് അവിടെയാണ്. ഇതിന് ശേഷമാണ് റൂട്ട് വേണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. പക്ഷേ അതൊന്നും ഇപ്പോഴൊന്നും ആവാൻ സാധ്യതയില്ല. സ്റ്റേഷന്റെ കോഡ് NIL എന്നാണ്. നേരത്തെ പറഞ്ഞ നിലമ്പൂർ റോഡ് നഞ്ചങ്കോട് പാതേന്റെ സർവേ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും അത് ഭാവിയിൽ വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം അത് കടന്നു പോകുന്ന പാത എന്ന് പറയുന്നത് ഫോറസ്റ്റ് വഴിക്കാണ്. അപ്പം വരുന്ന പല സർക്കാരുകളും പല തടസ്സങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ കർണാടകന്റെ ഭാഗത്തു നിന്നൊക്കെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന നിലമ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലമ്പൂർ എന്ന് പറയുന്നത് തേക്ക് മരങ്ങളുടെ നാടാണ്. ഇവിടെ ഒരുപാട് തേക്ക് മരങ്ങളുണ്ട്. കൂടാതെ തന്നെ ഈ നിലമ്പൂരിൽ തന്നെ ഒരു തേക്ക് മ്യൂസിയം ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നിലമ്പൂർ തേക്ക് തടികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാത പണിതിട്ടുണ്ടായത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ തുവ്വൂര് മേലാറ്റൂർ സ്റ്റേഷനൊക്കെ എത്തിയ സമയത്ത് ഒരുപാട് മരം മുറിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതായത് അതിന് പഴയ ഫോട്ടോകളോ അല്ലെങ്കിൽ പഴയ ചിത്രങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് എന്തു പറയുക, ഒരു വിഷമം തോന്നും. കാരണം ഒരുപാട് മരങ്ങളൊക്കെ നിറഞ്ഞൊരു ഭാഗമായിരുന്നു, ഒരു പാതയായിരുന്നു ഇതുണ്ടായത്. പിന്നെ നമുക്ക് എന്താ പറയുക, വികസനം വരുമ്പം മരം മുറിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ നാഷണൽ ഹൈവേക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം മരങ്ങൾ മുറിക്കുന്നുണ്ട്, കുന്നിടിക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമാണ്. പിന്നെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് വിഷമം വന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 2024 വൈദ്യുതീകരണത്തിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. ഈ വർഷം 2025 ജനുവരിയിലാണ് ഇതുവഴി ആദ്യമായിട്ട് ഇലക്ട്രിക് ലോക്ക് വെച്ചിട്ട് ട്രെയിൻ ഓടി തുടങ്ങിയത്. ഈ ട്രെയിനിന്റെ റേക്ക് ഷെയറിംഗ് കണ്ടോ? രാവിലെ നമ്മൾ വന്ന പാലക്കാട് നിലമ്പൂർ റോഡ് ഇപ്പം നിലമ്പൂർ റോഡിൽ നിന്ന് ഷൊർണൂരേക്ക് പോകുന്നുണ്ട്, ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് പോകുന്നുണ്ട്, തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ റോഡ്, നിലമ്പൂർ റോഡിൽ നിന്ന് പാലക്കാടേക്ക്. അങ്ങനെയാണ്, ഒരുപാടുണ്ട്. ഈ ഒരു പുറക് ഭാഗത്ത് തന്നെ നമുക്ക് എന്തായാലും കയറാം. ഇവിടെ ആയിട്ടിരിക്കാം. ഇതാ ഈ കയറിയോടും നമ്മുടെ ഷൊർണൂരിൽ നിന്ന് വന്നപ്പോൾ മുഴുവൻ നിന്നിട്ടാണല്ലോ വന്നതല്ലേ. രാവിലെ വരുന്ന ആ ഒരു സമയം അങ്ങനെയാണ്. 7 മണി സമയത്താണ് ഒരുപാട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല, സ്കൂളായാലും കോളേജായാലും ഈ രാവിലെ ജോലിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ നിന്നിട്ട് തന്നെയാണ് വന്നത്, കാരണം നല്ല തിരക്ക്. പക്ഷേ ഷൊർണൂരിന് കയറിയിട്ട് ഭൂരിഭാഗം ആൾക്കാർ അങ്ങാടിപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 9:55 തന്നെ നിലമ്പൂർ റോഡിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ വാണിയമ്പലത്തെത്തിയ ഇവിടേക്ക് ഷൊർണൂർ നിലമ്പൂർ റോഡ് പാസഞ്ചർ വരികയാണ്. രാവിലെ നിലമ്പൂരിലേക്ക് വരുമ്പോൾ ഈ സ്റ്റേഷൻ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, തൊടിയാപുളം. 1 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ്. കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ്, അതായത് പാസഞ്ചർ. പതിനൊന്ന് 30 ട്രെയിൻ ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി. ഷൊർണൂരിൽ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ഇതിനി 12:05 തൃശ്ശൂരിലേക്ക് പോകും. റേക്ക് ഷെയറിങ്. മഴയൊക്കെ പ്രതീക്ഷിച്ചാണ് ഇന്ന് ഇവിടുന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. ഇപ്പോൾ ഷൊർണൂരൊക്കെ നല്ല വെയിലാണ്. ഞങ്ങൾ പൂണെന്ന് ഇവിടെ ഷൊർണൂർ വെളുപ്പിന് 12:50 എത്തിയതേ ഉള്ളൂ, രാത്രിക്ക് എത്തിയതേ ഉള്ളൂ. അതിനുശേഷം നേരെ പോയത് ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിലേക്കാണ്. അവിടെ പോയിട്ടും ഉറങ്ങിയിട്ടൊന്നുമില്ല, ഫോണൊക്കെ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. എൻ്റെ ഇവൻ്റെ കണ്ണൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ല എന്ന്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഞങ്ങൾ കൊല്ലത്തേക്ക് ട്രെയിനിൽ കയറി പോവുകയാണ്. കൊല്ലത്ത് നിന്നാണ് ഇനിയിപ്പോൾ അടുത്ത യാത്ര, നമ്മുടെ ചെന്നൈ എഗ്മോറിലേക്കുള്ള ട്രെയിൻ്റെ അല്ലേ. അതായത് നമ്മുടെ കൊല്ലം ചെങ്കോട്ട റൂട്ട് വഴിയാണ് ഇനി യാത്രയാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് മറ്റു വീഡിയോ ബൈ ബൈ.